യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിലെ ടൈപ്പ് 4 ആണ് നമ്മൾ നോക്കുന്നത്. ഓൺ എക്സ്പ്രസിംഗ് ദ HCF ഓഫ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി ഇൻ ദ ഫോം XA പ്ലസ് XY. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കുക. രണ്ട് നമ്പേഴ്സ് എയും ബിയും ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടുപിടിക്കുന്ന HCFനെ എന്ത് ഫോമിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? XA പ്ലസ് XY ഫോമിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ദ HCF ഓഫ് 210 and 55 is expressible in the form 210 into 5 plus 55y, find y. അതായത് 210ഉം 55ഉം ഉണ്ട്, അതിൻ്റെ HCF നമ്മൾ കണ്ടുപിടിച്ചാൽ ആ HCFനെ 210 into 5 plus 55y ഫോമിൽ എക്സ്പ്രസ് ചെയ്തിട്ട് വൈക്ക് എന്ത് വാല്യൂ ആണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 210ൻ്റെയും 55ൻ്റെയും HCF കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് HCF കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൽ HCF കണ്ടുപിടിക്കാനായിട്ടുള്ളത് അതിനെ ഡിവൈഡ് ചെയ്യുക. ലാർജസ്റ്റ് നമ്പർ ഡിവിഡൻറ്റും സ്മോളസ്റ്റ് നമ്പർ ഡിവൈസറുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 3 ആയിരിക്കും കോഷ്യൻ്റ് വരുന്നത്, 45 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. ഡിവിഡൻറ്റ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞ ആ ഒരു ഫോം വെച്ചിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ചെയ്യുന്നതെന്ന് ഉള്ളത്. അപ്പോൾ നോക്കിക്കേ, ഇതേ കിട്ടുന്ന ഡിവൈസർ 55നെ എന്ത് ചെയ്യും? വീണ്ടും റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കോഷ്യൻറ്റും റിമൈൻഡറും വെച്ചിട്ട് നമ്മൾ ആ ഫോം വീണ്ടും എഴുതും. ഡിവിഡൻറ്റ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. അതുപോലെ എഴുതി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 0 എപ്പോഴാണ് റിമൈൻഡർ വരുന്നത് അവിടെ വരെ ഈ സ്റ്റെപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അവിടെ ഡിവൈസർ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഡിവൈസർ ആയിരിക്കും എന്ത് ആൻസർ? HCF ഓഫ് 210 ആൻഡ് 55. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്തു പോയിരിക്കുന്നത്, അത് റെഫർ ചെയ്താൽ മതി. സോ ആൻസർ 5 ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? HCFനെ 210 into 5 പ്ലസ് 55y എന്ന് എഴുതണം എന്നുള്ളത്. അപ്പോൾ HCF കിട്ടിയിരിക്കുന്നത് 5 ആണ്. സോ അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. അതിൽ അൺനോൺ ആയിട്ടുള്ളത് y മാത്രമേ ഉള്ളൂ അല്ലേ? അത് നമ്മൾ കണ്ടുപിടിക്കാം. സോ അത് 210 into 5 എന്ന് പറയുന്നത് 1050 വരും. 1050 എന്ന് പറയുന്നത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും 5 മൈനസ് 1050 എന്ന് വരും. ആൻസർ എന്ന് പറയുന്നത് 55y ഇസ് ഈക്വൽ ടു മൈനസ് 1045 ആൻഡ് y ഇസ് ഈക്വൽ ടു മൈനസ് 1045 ഡിവൈഡ് ബൈ 55 ഇസ് ഈക്വൽ ടു മൈനസ് 19. ഇങ്ങനെയായിരിക്കും ആൻസർ കിട്ടുന്നത്. നമുക്ക് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത്. അടുത്തത് ടൈപ്പ് 5 ആണ്. ഓൺ എക്സ്പ്രസിംഗ് ദ HCF ഓഫ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി ഇൻ ദ ഫോം XA പ്ലസ് YB. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കുക. ആ HCFനെ എന്ത് ഫോമിൽ എഴുതുക? XA പ്ലസ് YB ഫോമിൽ എഴുതുക. എയും ബിയും എന്ന് പറയുന്നത് ഏത് നമ്പേഴ്സിൻ്റെ ആണോ HCF കണ്ടുപിടിക്കേണ്ട ആ രണ്ട് നമ്പേഴ്സാണ് എയും ബിയും എന്ന് പറയുന്നത്. ഇതാണ് ടൈപ്പ് 5. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. Question: Find the HCF of 81 and 237 and express it as a linear combination of 81 and 237. Linear combination എന്ന് പറയുമ്പോഴത്തേക്കും 237x plus 81y. ഇതാണ് ലീനിയർ കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യണം? കിട്ടുന്ന HCF ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് 81 ആൻഡ് 237ൻ്റെ എന്ത് കണ്ടുപിടിക്കുക? HCF കണ്ടുപിടിക്കുക യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ലാർജസ്റ്റ് നമ്പർ സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഫോമിൽ എഴുതി വെക്കുന്നു. കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ, ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡറുമായിട്ട് എഴുതി വെക്കുന്നു. റിമൈൻഡർ കിട്ടുന്നതിനെ ഡിവൈസറിനെ കൊണ്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു. സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ലാസ്റ്റ് 0 വരുന്ന സ്റ്റെപ്പിൽ നമ്മളത് നിർത്തും. ഓക്കെ, അവിടുത്തെ ഡിവൈസർ എന്താണോ അതായിരിക്കും HCF എന്ന് പറയുന്നത്. സോ HCF കണ്ടുപിടിച്ചതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെ എന്ത് ഫോമിൽ എക്സ്പ്രസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ലീനിയർ കോമ്പിനേഷൻ. അതെന്തായിരിക്കും? 237x പ്ലസ് 81y. ഈ രണ്ട് നമ്പേഴ്സും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പേഴ്സാണ്. ഏതിൻ്റെയാണോ HCF കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന ആ രണ്ട് നമ്പേഴ്സാണിത്. ഓക്കെ, എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയ HCF 3 ഇസ് ഈക്വൽ ടു ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നേ നോക്കാം. 75 മൈനസ് 6 ഇൻറ്റു 12 എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്. 0 കിട്ടിയൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ലാസ്റ്റ് സ്റ്റെപ്പ്, അതിന് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിൽ
3 അല്ലേ റിമൈൻഡർ വരുന്നത്. 3 ഈ സൈഡിൽ കിടന്നാൽ ഈ രണ്ട് എലമെൻറ്റ്സ് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 75 മൈനസ് 6 ഇൻറ്റു 12 എന്ന് പറയുന്നത് എന്താ? 3ക്ക് ഈക്വൽ ആവത്തില്ലേ? സോ 3യെ നമുക്ക് എങ്ങനെ എഴുതാം? 75 മൈനസ് 6 ഇൻറ്റു 12. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. 3 ഈസ് ഈക്വൽ ടു 75 മൈനസ് 6 ഇൻറ്റു 12 എന്നുള്ളത്. ആ സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത് ഈ ഒരു 6നെ നമ്മളിവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു 81 മൈനസ് 75 ഇൻറ്റു 1. അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. 6നെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അതിന് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ്, നമ്മൾ നേരത്തെ എടുത്ത സ്റ്റെപ്പിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ 6 ആണ് റിമൈൻഡർ. ഈ രണ്ട് എലമെൻറ്റ്സ് ഇപ്പുറത്തേക്ക് പോയാൽ എന്താവും? 81 മൈനസ് 75 ഇൻറ്റു 1 അല്ലേ? ഇസ് ഈക്വൽ ടു എന്താവും? 6. അപ്പോൾ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 81 മൈനസ് 75 ഇൻറ്റു 1. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ 6നെ റീപ്ലേസ് ചെയ്തിട്ട് 81 മൈനസ് 75 ഇൻറ്റു 1 വന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 12 ഇൻറ്റു 81 എന്താവും? 81 ഇൻറ്റു 12 മൈനസ് ഓഫ് 75 ഇൻറ്റു 1 ഇൻറ്റു 12. ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട്. അപ്പോൾ എന്താവും? പ്ലസ് 75 ഇൻറ്റു 12 എന്ന് വരും. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? 12. സോ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 75നെ ഇങ്ങോട്ടേക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. 75 പ്ലസ് 75 ഇൻറ്റു 12 ഒരു ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുന്നു. മൈനസ് 81 ഇൻറ്റു 12 ഇപ്പുറത്തോട്ട് വന്നു. ഒരു ചേഞ്ച് നടന്നതേ ഉള്ളൂ അവിടെ. ഓക്കെ, ഇനി അടുത്ത 75 പ്ലസ് 75 ഇൻറ്റു 12 കോമൺ ആയിട്ട് എന്തുണ്ട്? 75 ഉണ്ട്. 75 കോമൺ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് 12 എന്ന് വരും. ദാറ്റ് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? 13 ഇൻറ്റു 75 മൈനസ് 81 ഇൻറ്റു 12. ഇനി ഇവിടെ 75നെയാണ് റീപ്ലേസ് ചെയ്തിട്ട് 237 മൈനസ് 81 ഇൻറ്റു 2 എന്ന് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു റീപ്ലേസ്മെൻറ്റ് നടന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ എടുത്ത സ്റ്റെപ്പ് ഏതായിരുന്നു? ഈ സ്റ്റെപ്പാണ് എടുത്തത്. അപ്പോൾ ഈ സ്റ്റെപ്പാണ് ഇനി എടുക്കേണ്ടത്. 75 ഒരു സൈഡിലാകുമ്പോൾ ഈ എലമെൻറ്റ്സ് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 237 മൈനസ് 81 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 75ന് ഈക്വൽ ആയിരിക്കത്തില്ലേ? അത് തന്നെയാണ് അവിടെ 75നെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. 237 മൈനസ് 81 ഇൻറ്റു 2. ഓക്കെ, ഇനി 13 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 13 ഇൻറ്റു 237, 13 ഇൻറ്റു 237, 13 ഇൻറ്റു 2 മൈനസ് 81 ഇൻറ്റു 2. 13 ഇൻറ്റു 2 എന്ത് വരും? 26. സോ മൈനസ് 26 ഇൻറ്റു 81 മൈനസ് 81 ഇൻറ്റു 12. സോ ഇനി നോക്കിക്കേ, ഈ ഒരു രണ്ട് ടേംസ് എടുക്കുകയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് 81 ഉണ്ട്. സോ കോമൺ 81 എടുക്കുമ്പോൾ അകത്ത് എന്ത് വരും? മൈനസ് 81 ആണ് എടുക്കുന്നത്. സോ 26ഉം 12ഉം ആയിരിക്കും വരുന്നത്. 26 പ്ലസ് 12. ഓക്കെ, ഇത് അതേ കണക്ക് എടുത്തെഴുതി. 81 ഇൻറ്റു 26 പ്ലസ് 12 38. സോ ഇപ്പോൾ ഇതൊരു ഫോം ആയില്ലേ? നേരത്തെ എന്താ പറഞ്ഞത്? എന്ത് ഫോമിൽ എഴുതണമെന്നാ? 237 എക്സ് പ്ലസ് 81 വൈ എന്നല്ലേ? എക്സിനൊരു വാല്യൂവും കിട്ടി, വൈക്കൊരു വാല്യൂവും കിട്ടി. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് എന്താ? മൈനസ് 38 ആയിരിക്കും വൈയുടെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ 13 ആയിരിക്കും. ടൈപ്പ് 4ഉം ടൈപ്പ് 5ഉം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. 5ഉം 6ഉം ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. അരിത്തമെറ്റിക്കിൻ്റെ ഫണ്ടമെൻ്റൽ തിയറമാണ് ഈ ഒരു ചാപ്റ്ററിലെ നെക്സ്റ്റ് പോർഷനിൽ വരുന്നത്. അതിൽ തിയറം 1 എന്ന് പറയുന്നത് എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് primes and this factorization is unique except for the order in which the prime factor occur. ഈ തിയറം ഒന്നുമല്ല പറയുന്നത് ഏതൊരു നമ്പറിനെയും, ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും, കോമ്പോസിറ്റ് നമ്പർ പ്രൈം നമ്പർ എന്താണെന്നൊക്കെ അറിയാലോ. അപ്പോൾ ഈ ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താ? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു നമ്പറും പിന്നെ 1ഉം മാത്രമേ പറ്റുള്ളെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. സോ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, തിയറം 2 നോക്കാം. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ആൻഡ് എ ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ. അതായത് ഒരു പ്രൈം നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൈം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൈം നമ്പർ കൊണ്ട് ഏത് നമ്പറിനെയാണ് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക, ആ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കിത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൽ പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്, പ്രൂഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ തിയറം പിടികിട്ടും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്കൊരു ഫസ്റ്റ് ടൈപ്പ് നോക്കാം.
ഓൺ എക്സ്പ്രസിങ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടർ. എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഇൻറ്റിജറിനെ നമുക്ക് പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നത്? ഓക്കെ, സാധാ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ച ഫാക്ടറൈസേഷൻ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടർ. ഒരു ക്വസ്റ്റ്യൻ 140 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 140 ചെയ്യുന്നത് നോക്കാം. ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 140 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 270, പിന്നെയും 2 കൊണ്ട് 35, then 5, 7. ഇത് സാധാ ഫാക്ടറൈസേഷൻ ആണ്. ഈ ഒരു ഫാക്ടറൈസേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 140 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7. ഫാക്ടേഴ്സിനെ നമ്മൾ എഴുതി കഴിഞ്ഞു. 2 ഇൻറ്റു 2 2 സ്ക്വയർ എന്ന് എഴുതാം. 5 7. ഈ 2 5 7 ആണ് പ്രൈം ഫാക്ടേഴ്സ്. നമുക്കിതിനെ എങ്ങനെ എഴുതി? ഒരു കോമ്പോസിറ്റ് നമ്പറായ 140യെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ലേ? ഇതിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 156ഉം ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, 156 ആകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം ഫാക്ടർ ഏതാ? 2 ഇൻറ്റു 78 ആണ്. പിന്നെ ഏതാ? 78ഉം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 39. 39നെ 3 കൊണ്ടേ പറ്റുള്ളൂ. 13. ഇനി നമുക്ക് ഫർദറായിട്ട് ചെയ്യാൻ പറ്റില്ല. 13 ഒരു പ്രൈം ഫാക്ടറാണ്. 13ഉം 1ഉം മാത്രമേ വരുള്ളൂ. സോ നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 156 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 13. 2 ഇൻറ്റു 2 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13. ഇതാണ് ടൈപ്പ് 1 അരിത്തമെറ്റിക് ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് 1 പ്രൈം ഫാക്ടറൈസേഷൻ. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൻ്റെ തന്നെ ടൈപ്പ് 2 ആണ്. ഓൺ മോർ ആപ്ലിക്കേഷൻസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. അതായത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന് തന്നെ ആപ്ലിക്കേഷൻ വെച്ചാണ് ടൈപ്പ് 2 വരുന്നത്. നമുക്ക് ഒരു പ്രൂഫാണ് ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദർ ഇസ് നോ നാച്ചുറൽ നമ്പർ ഫോർ വിച്ച് 4n എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0. അതായത് 4n എന്ന് പറയുന്നൊരു നമ്പർ, n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 4n എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ നമുക്ക് എൻഡിൽ 0 ഡിജിറ്റ് വരത്തില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ. ദർ ഇസ് നോ നാച്ചുറൽ നമ്പർ ഫോർ വിച്ച് 4n ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എൻഡിൽ 0 വരില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 4n ആണെങ്കിൽ നമ്മളതിനെ എടുത്തെഴുതി. അതിൽ ഈ 4 ആണല്ലോ നമ്പർ. 4നെ നമ്മൾ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2 2 2s are 4, വീണ്ടും 2 2 ഇൻറ്റു 2 എന്നല്ലേ വരുള്ളൂ. ദാറ്റ് ഇസ് 2 സ്ക്വയർ. അപ്പോൾ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. പുറത്ത് എന്തുണ്ട്? ഒരു റേസ് ടു n ഉണ്ട്. റേസ് ടു n കൊടുത്തു. a റേസ് ടു m ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് എന്താണ്? എന്താ? a റേസ് ടു m n അല്ലേ? a റേസ് ടു m n. സോ 2 റേസ് ടു 2 ദ ഹോൾ റേസ് ടു n 2 റേസ് ടു 2n. അങ്ങനെയാണ് 4 റേസ് ടു n നമ്മൾ 2 റേസ് ടു 2n എന്ന് എഴുതിയത്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലായി ഒരു നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞു. ആകെ ആ ഒരു ഫാക്ടറൈസേഷനിൽ 4n ഫാക്ടറൈസേഷനിൽ വരുന്ന പ്രൈം ഫാക്ടർ ഏത് മാത്രമാണ്? 2 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എൻഡ് ചെയ്യേണ്ടത് എന്താ? 0 വെച്ചിട്ടാണ് എൻഡ് ചെയ്യേണ്ടത്. 0 വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ഫാക്ടർ ഏതാണ്? 5 മാത്രമാണ്. നമുക്ക് 0 എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിനെ പ്രൈം ഫാക്ടർ എന്ന് പറയുന്ന 5 കൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 5 ഡിവിസിബിൾ ബൈ 5 ആണ്. ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്ന 4n പ്രൈം ഫാക്ടർ ഏത് മാത്രമാണ്? 2 ആണ്. 5 പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? 5 does not occur in the prime factorization of 4n. 4n പ്രൈം ഫാക്ടറൈസേഷനിൽ 5 വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 4n does not end with digit 0. അതുകൊണ്ട് തന്നെ 4n ചെയ്യുമ്പോൾ ഒരു നമ്പർ എന്ത് ചെയ്യത്തില്ല? 0യിൽ എൻഡ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് പ്രൂഫ് ചെയ്യുന്നത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് 12n cannot end with digit 0 or 5 for any natural numbers n. അതായത് 12n ചെയ്യുമ്പോൾ ഒരു നമ്പർ എന്ന് പറയുന്നത് 0യിലും 5ലും എൻഡ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ 4n എഴുതിയ പോലെ 12നെയാണ് ആദ്യം ഫാക്ടറൈസ് ചെയ്യേണ്ടത്. 12നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 6 2s are 12, വീണ്ടും 6നെ 3 2, 3യെ 3 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സോ നമുക്ക് 12നെ എങ്ങനെ എഴുതാൻ ഫാക്ടറൈസ് ചെയ്ത്? 2 ഇൻറ്റു 2 ഇൻറ്റു 3. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാം. സോ 12n എന്ന് പറയുമ്പോൾ 12ന് പകരം 2 സ്ക്വയർ ഇൻറ്റു 3 കൊടുത്തു. റേസ് ടു ഒരു n ഉണ്ട്. അപ്പം അതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 2 സ്ക്വയർ റേസ് ടു n ഇൻറ്റു 3 റേസ് ടു n എന്ന് വരും. a റേസ് ടു m ദ ഹോൾ റേസ് ടു n ചെയ്ത പോലെ a റേസ് ടു m n ആയതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? 2 റേസ് ടു 2 ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് 2 റേസ് ടു 2n ആയിരിക്കും. സോ 12 റേസ് ടു n എങ്ങനെ എഴുതാം? 2 റേസ് ടു 2n ഇൻറ്റു 3 റേസ് ടു n. അപ്പോൾ നമുക്ക് മനസ്സിലായി 12 റേസ് ടു ഏത് n ചെയ്താലും വരുന്ന രണ്ട് പ്രൈം എന്ന് പറയുന്നത് 2ഉം 3ഉം മാത്രമാണ്. 5 ആണെങ്കിൽ വരുന്നതുമില്ല. സോ
സീറോയും 5ഉം ആണ് ഡിജിറ്റിൽ എൻഡ് ചെയ്ത് വരേണ്ടത്. 0യും 5ഉം വരണമെങ്കിൽ അത് എന്തായിരിക്കണം? 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഇവിടെയാണെങ്കിൽ 2ഉം 3ഉം മാത്രമേ പ്രൈം ഫാക്ടേഴ്സ് വരുന്നുള്ളൂ. സോ 12n കനോട്ട് എൻഡ് വിത്ത് ഡിജിറ്റ് 0 or 5. നമുക്ക് 0യോ 5 കൊണ്ടോ എൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് വെച്ച് നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. 1ഉം 2ഉം നമ്മൾ ചെയ്ത കണക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 6n ആണെങ്കിൽ 6 എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. ഈ ഒരു രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ 5th ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ വൈ 3 × 5 × 7 + 7 ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. അതെങ്ങനെയാണ് കോമ്പോസിറ്റ് നമ്പർ ആയെന്നുള്ളതാണ്. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 3 × 5 × 7 + 7. ഇതൊരു ടേമും ഇത് വേറൊരു ടേമും ആണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 7 ഉണ്ട് അല്ലേ? 7ഉം 7ഉം പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3 × 5 + 1 എന്ന് വരും. 3 × 5 15 + 1 16, ദാറ്റ് ഈസ് 7 × 16 എന്ന് വരും. 7 × 16 രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1 അല്ലാതെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ എന്തെന്നാണ് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്.